ദേഹോ ദേവാലയ പ്രോക്ത ജീവേ ദേവസദാശിവ എന്നാണ് യോഗശാസ്ത്ര ഗ്രന്ഥമായ കുളാർവ തന്ത്രം പറയുന്നത്. അതായത് ദേഹം ദേവാലയമായി സങ്കല്പിച്ചാൽ ജീവൻ ആ ദേവാലയത്തിലെ ദേവനാണ്. ദേഹത്തിൽ എങ്ങനെയാണോ ജീവൻ, അതുപോലെയാണ് ക്ഷേത്രത്തിൽ ദേവചൈതന്യം. ക്ഷേത്രാരാധനയുടെ പ്രഥമ ലക്ഷ്യം അവനവനിൽ കുടികൊള്ളുന്ന ഈശ്വര ചൈതന്യത്തെ ഉണർത്തുകയാണെന്ന തിരിച്ചറിവ് ഒരു ഈശ്വര വിശ്വാസിക്ക് ഉണ്ടാകുമ്പോൾ ക്ഷേത്ര ദർശനത്തിന്റെ മാഹാത്മ്യം മനസ്സിലാകുന്നു. ഭാരതീയ സംസ്കാരത്തിന്റെയും പൈതൃകത്തെയും അക്ഷയഖനികളാണ് ക്ഷേത്രങ്ങൾ. വിശ്വാസിക്ക് ക്ഷേത്ര ദർശനവും. ക്ഷേത്ര ദർശനത്തിലൂടെ മനസ്സിന് ലഭിക്കുന്ന ശാന്തിയും സമാധാനവും സംതൃപ്തിയും അനിർവചനീയമെന്ന് അനുഭവസ്ഥർ പറയും. നൂറ്റാണ്ടുകളുടെ പഴമയും പെരുമയും പേർന്ന ഒരു ക്ഷേത്ര സന്നിധി. മനുഷ്യ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങൾക്കുമായി നിരവധി ആളുകൾ നാടിന്റെ നാനാഭാഗത്തു നിന്നും ദേശാന്തരങ്ങൾക്കും അപ്പുറത്തു നിന്നും എത്തിച്ചേരുന്ന ഒരു സന്നിധിയാണ് കൊല്ലം ജില്ലയിലെ മയ്യനാട് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന വലിയ തോട്ടത്തുകാവ് മഹാദേവൻ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് ഉദ്ദിഷ്ടകാര്യം സിദ്ധി നേടിയ ഭക്തജനങ്ങൾ നിരവധിയാണ്. ക്ഷേത്രത്തിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും നടക്കുന്ന മുട്ടറക്കൽ വഴിപാട് കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 6 മണി മുതൽ 10 മണി വരെ നടക്കുന്ന ശിവവിളക്ക് എന്നിവ വളരെ പ്രശസ്തമാണ്. നാം എന്താഗ്രഹത്തിലാണ് ശിവവിളക്ക് എടുക്കുന്നത്, അത് മൺചിരാതുകളിൽ ദീപങ്ങൾ തെളിയിച്ച് മഹാദേവനെ വലം വെച്ച് ക്ഷേത്രത്തിന് മുൻവശത്ത് സ്ഥാപിച്ചിരിക്കുന്ന നന്ദികേശന്റെ കാതിൽ നാം ഉദ്ദിഷ്ടകാര്യം പറയുകയും നന്ദികേശൻ ഇക്കാര്യം ഭഗവാനോട് ഉണർത്തിക്കുന്നു എന്ന ഐതിഹ്യത്തിലാണ് ഈ ആചാരം ഇവിടെ നടക്കുന്നത്. 21 വിളക്ക് പൂർത്തിയാകുന്നതോടുകൂടി നമ്മുടെ ആഗ്രഹം സാഫല്യമാകും എന്നതാണ് വിശ്വാസം. നമ്മുടെ വലിയ തോട്ടത്തുകാവ് മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന പൂജാ വഴിപാടുകളിൽ ഏറ്റവും കൂടുതൽ ഭക്തർ പങ്കെടുക്കുന്നതും ആ പൂജ ചെയ്യാനായിട്ട് എത്തുന്നതും ശംഖാഭിഷേകം നടത്താനാണ്. ആയുരാരോഗ്യ സൗഖ്യത്തിനും ദോഷദുരിതങ്ങൾ മാറുന്നതിനും അസുഖങ്ങൾ മാറുന്നതിനും വേണ്ടി ഇവിടുത്തെ ഭഗവാന് വേണ്ടി ചെയ്യുന്ന പ്രധാന വഴിപാടാണ് ശംഖാഭിഷേകം. അതേമാതിരി ദേവീ നടയിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ നടത്തുന്ന ഒരു പ്രധാന വഴിപാടാണ് മുട്ടറക്കൽ വഴിപാട്. തടസ്സങ്ങൾ മാറുന്നതിനായിട്ട് ദേവിയുടെ മുന്നിൽ ഭക്തര് നാളികേരവുമായി വന്ന് സമർപ്പിച്ച് നടത്തുന്ന വഴിപാടാണ് മുട്ടറക്കല്. അതേമാതിരി ദുർഗാദേവിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാസംബന്ധമായ തടസ്സങ്ങൾ മാറി വിദ്യാ ഉയർച്ച ഉണ്ടാവുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു പ്രധാന വഴിപാടാണ് സാരസ്വതാർച്ചന. ഈ സാരസ്വതാർച്ചന എല്ലാ ദിവസവും രാവിലത്തെ നേരം ദുർഗാ ഭഗവതിക്ക് വേണ്ടി നടത്തുന്നതാണ്. പിന്നെ പ്രദോഷം, ഞായറാഴ്ച ദിവസത്തെ ശിവദീപം, ഇത്തരം പൂജാതി കാര്യങ്ങളിൽ പങ്കെടുക്കാനും അതിൽ പങ്കെടുത്ത് അനുഗ്രഹം വാങ്ങിക്കാനും ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ധാരാളം പേര് എത്തുന്നുണ്ട്. എത്തുന്നവർക്കെല്ലാം ഉദ്ദിഷ്ടകാര്യം നടന്നതായി സാക്ഷ്യപ്പെടുത്തി അവര് പുതിയ പുതിയ വഴിപാടുകളും സമർപ്പണങ്ങളും നടത്തി ക്ഷേത്രം അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. മുൻ മാളികപ്പുറം മേൽശാന്തിയായിരുന്ന അനീഷ് നമ്പൂതിരിയാണ് ഈ ക്ഷേത്രത്തിലെ തിരുമേനിയും. വരുന്ന ഒരു വർഷക്കാലം ഇനി സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ഭഗവതിയുടെ മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഈ തിരുമേനിയെയും. ഞാൻ അനീഷ് നമ്പൂതിരി, പാലക്കാടാണ് സ്ഥലം. വരിക്കം ഇല്ലത്ത് അനീഷ് നമ്പൂതിരി. കഴിഞ്ഞ 1998 മുതൽ ഞാൻ മയ്യനാട് ഉണ്ട്. ഈ ക്ഷേത്രത്തില് ഏതാണ്ട് 5 വർഷത്തോളം ഈ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. ഇവിടുത്തെ കിഴക്ക് ദർശനമായിരിക്കുന്ന മഹാദേവനും വടക്കോട്ട് ദർശനമായിരിക്കുന്ന ദേവി ക്ഷേത്രവും കൂടിയും ചേർന്ന് തുല്യ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് വലിയ തോട്ടത്തുകാവ് മഹാദേവ ക്ഷേത്രം. ഈ സന്നിധിയിൽ നിന്നും പൂജ കഴിച്ച് ഈ സന്നിധിയിൽ നിന്നും അപേക്ഷ അയച്ച് ഈ ദേവീദേവന്മാരുടെ അനുഗ്രഹത്തോടു കൂടി ആറ്റുകാൽ അമ്മയുടെ പാദസേവ ചെയ്യാൻ ഒരു ഭാഗ്യം ഈ വർഷം എനിക്ക് കിട്ടി. അടുത്ത ഒരു വർഷക്കാലം ആറ്റുകാൽ അമ്മയുടെ തൃപ്പാദ സേവ ചെയ്യാനായിട്ട് നാളെ ഇറങ്ങി പുറപ്പെടുകയാണ്. ഒരു വർഷത്തിന് ശേഷം വീണ്ടും തിരികെ എത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാനോട് യാത്ര പറഞ്ഞ് തിരുമേനി ഇവിടെ നിന്നും മടങ്ങുന്നത്. വലിയ തോട്ടത്ത് മഹാദേവ ക്ഷേത്രത്തിൽ വളരെയധികം ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന മഹാദേവന്റെ ഈ സന്നിധിയിൽ പൂജ കഴിക്കാനും അദ്ദേഹത്തിന് ഈ ആറ്റുകാലമ്മയുടെ അനുഗ്രഹം അല്ലെങ്കിൽ ആറ്റുകാലമ്മ അദ്ദേഹത്തെ വിളിക്കാൻ സാധിച്ചത് തന്നെ ഈ മഹാദേവന്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വർഷത്തിലും മേടത്തിരുവാതിരയിലാണ് ഇവിടുത്തെ ഉത്സവം നടക്കുക.
ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി തുടർച്ചയായി ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ വിശ്വാസികളും ഇന്നും മുടങ്ങാതെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് അവരുടെ കാര്യങ്ങൾ സിദ്ധിച്ചതിലൂടെയാണ്. മയ്യനാട് വലിയ തോട്ടത്ത് കാവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് തിരുവനന്തപുരം ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് മേൽശാന്തിയായി പോകുന്ന അനീഷ് നമ്പൂതിരിക്ക് മയ്യനാട് പ്രദേശത്തെ വിവിധ ക്ഷേത്രങ്ങളിലെ ഭരണസമിതി അംഗങ്ങൾ യാത്രയയപ്പ് നൽകി. എൻ്റെ പേര് സുദേവൻ. ഇത് ഈ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി മനോഹരൻ. ആലയത്തിൽ നിന്നും 11/7/2011 ഈ കാണുന്ന ക്ഷേത്ര സമുച്ചയം നമുക്കിവിടെ സമർപ്പിക്കാൻ കഴിഞ്ഞു. 2018 മുതൽ 19 വരെ മാളികപ്പുറം മേൽശാന്തിയായിരുന്ന ശ്രീമാൻ ബ്രഹ്മശ്രീ അനീഷ് നമ്പൂതിരി അവിടുത്തെ പ്രവർത്തനം കഴിഞ്ഞ് കോവിഡിന് മുമ്പ് ഇവിടെ വരികയും അങ്ങനെ ഈ ക്ഷേത്രത്തിന്റെ മേൽശാന്തിയായി ചുമതലയാക്കുകയും ചെയ്തു. വടക്ക് ദക്ഷിണമുള്ള ഈ ക്ഷേത്രം ഇതിലെ കംപ്ലീറ്റ് ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുക്കുകയും മുട്ടർക്കൽ പരിപാടി തുടങ്ങുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ദേവിയാണ്, നമ്മുടെ ഈ ഭദ്രദേവിയാണ് അവരുടെ ജ്യേഷ്ഠത്തിക്ക് വേണ്ടി പൂജ ചെയ്യാൻ നമ്മുടെ അനീഷ് നമ്പൂരിയെ ആറ്റുകാലമ്മയ്ക്ക് കൊടുക്കുന്നത്. അദ്ദേഹം ആ ഒരു വർഷം അവിടെ തീർച്ചയായിട്ടും പൂജ ചെയ്തതിന് ശേഷം മടങ്ങി ഈ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ നമുക്കെല്ലാവർക്കും ഉണ്ട്. അത് നമ്മൾ അദ്ദേഹത്തെ വീണ്ടും സ്വീകരിക്കും. തീർച്ചയായിട്ടും ഇതിൽ കൂടുതൽ ഈ ക്ഷേത്രത്തിന് അദ്ദേഹത്തിൽ നിന്നും നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രതീക്ഷിക്കാൻ പറ്റും. അതിന് അദ്ദേഹത്തിന് ഇപ്പോഴും ആറ്റുകാലമ്മയുടെ സേവനം ആവശ്യമാണ്. ആറ്റുകാലമ്മയ്ക്ക് നമ്മൾ അദ്ദേഹത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്.